ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പോളിംഗിലുണ്ടായ കുറവ് തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്ന ആശങ്കയിൽ മുന്നണികൾ. 2019-നേക്കാൾ 5% കുറവ് പോളിംഗാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. ആദ്യഘട്ടത്തിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയെങ്കിലും ഉച്ചയോടെ കുറയുകയായിരുന്നു. ആദിൽ പാലോട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 2019 നിന്നും 5% കുറവാണ് ഇത്തവണ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പോളിംഗിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2019 74.4% മണ്ഡലത്തിലാകെ പോളിംഗ് നടന്നതെങ്കിൽ ഇത്തവണ അത് 69.40 മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. 5% കുറവ് സംഭവിച്ചിരിക്കുന്നു. ഈ കുറവ് ഏതൊക്കെ തരത്തിൽ ബാധിക്കും, മണ്ഡലത്തിൻ്റെ സ്വഭാവത്തെ തന്നെ ബാധിക്കുമോ, ഏതൊക്കെ സ്ഥാനാർത്ഥികൾക്കാണ് വീഴ്ച സംഭവിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ആശങ്ക മുന്നണികൾക്കുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ വലിയ പോളിംഗ് ആയിരുന്നു, കനത്ത പോളിംഗ് ആയിരുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിലാകെ രേഖപ്പെടുത്തിയത്. ആദ്യത്തെ മണിക്കൂറുകളിലൊക്കെ സംസ്ഥാനത്ത് ഒന്നാമത്തെ സ്ഥാനത്തുണ്ടായിരുന്നത് ആറ്റിങ്ങൽ മണ്ഡലമാണ്. ഉച്ചയ്ക്ക് 1 മണിവരെ ഒന്നാം സ്ഥാനത്തായിരുന്നു പോളിംഗിൻ്റെ കാര്യത്തിൽ ആറ്റിങ്ങൽ മണ്ഡലം. 1 മണിവരെ 41.91% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 1 മണിവരെ അതിന് സമാനമായ പോളിംഗ് ഉച്ചയ്ക്ക് ശേഷവും ഉണ്ടായിരുന്നെങ്കിൽ 80 കടന്നേക്കും എന്ന സാധ്യതയോളം എത്തിയതാണ്. കനത്ത പോളിംഗ് ആയിരുന്നു. ചൂട് കാരണമായിട്ടുണ്ടാകാം, മറ്റു കാരണങ്ങളുണ്ടാകാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ ചൂടൊക്കെ പരിഗണിച്ചാൽ കനത്ത പോളിംഗ് വേണ്ടതായിരുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്തവണ പോളിംഗ് വേണ്ടതായിരുന്നു. കരുത്തുറ്റ സ്ഥാനാർത്ഥികൾ ഇറങ്ങിയ മണ്ഡലമാണ്. വലിയ തോതിൽ വാദപ്രതിവാദങ്ങളും രാഷ്ട്രീയ ചർച്ചകളും അരങ്ങേറിയ മണ്ഡലമാണ് ആറ്റിങ്ങൽ. അതുകൊണ്ട് തന്നെ കൂടുതൽ പോളിംഗ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അങ്ങനെ ഒരു പോളിംഗ് ഉണ്ടായില്ല. അത് എങ്ങനെ ബാധിക്കും എന്ന കണക്കുകൂട്ടലിലും കൂട്ടിക്കിഴിക്കലിലുമാണ് സ്ഥാനാർത്ഥികൾ ഇപ്പോഴുള്ളത്. ചില പ്രശ്നങ്ങളുമുണ്ടായി. പോത്തൻകോട് ഒരു കള്ളവോട്ട് പരാതി ഉണ്ടായി. ഒരാളുടെ വോട്ട് നേരത്തെ തന്നെ മറ്റൊരാൾ ഇട്ടു എന്ന തരത്തിൽ പരാതി വന്നു. ഒപ്പം നെടുമങ്ങാട് പനങ്ങോട്ടേല LDFും BJP പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും സംഘർഷത്തോളം എത്തുന്ന സംഭവ വികാസങ്ങളുമുണ്ടായി. അവിടെ BJP സ്ഥാനാർത്ഥി V മുരളീധരനെ LDF പ്രവർത്തകർ തടഞ്ഞു വെക്കുകയും പിന്നീട് പോലീസ് ഇടപെട്ട് ഒരു സമവായത്തിലേക്കും ഒരു സംയമനത്തിലേക്കും എത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ കൂടുതൽ കൃത്യമായി പരിശോധിച്ചാൽ 69% താഴെ പോളിംഗാണ് ചിറയൻകീഴ്, വർക്കല നിയമസഭാ മണ്ഡലങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുന്നണികളുടെ ചർച്ചകൾ, മുന്നണികളിലെ വിലയിരുത്തലുകൾ ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ടാകും. പ്രത്യേകിച്ച് ഈഴവ വിഭാഗത്തിന് കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലമാണ് ആറ്റിങ്ങൽ. അവിടെ തന്നെ വർക്കലയും ചിറയൻകീഴുമാണ് കൂടുതൽ ഈ സമുദായ വിഭാഗത്തിന് സ്വാധീനമുള്ളത്. അതൊക്കെ എങ്ങനെ ബാധിക്കും എന്ന ആലോചനയിലാണ്. ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിലാകെ 13,96,807 വോട്ടർമാരാണുള്ളത്. അതിൽ 9,69,373 പേർ വോട്ടിട്ടു. പുരുഷന്മാർ 4,49,098 പേരാണ് ഇന്ന് വോട്ട് രേഖപ്പെടുത്തിയത്. സ്ത്രീകൾ 5,20,262 പേർ. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നും 13 പേരും ഇന്ന് വോട്ട് രേഖപ്പെടുത്തി. വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് എങ്ങനെ സ്വാധീനിക്കും എന്ന ഒരു ആശങ്ക എന്ന് തന്നെയാണ് ആദ്യവും അവസാനവും ഇതേക്കുറിച്ച്, ഇന്നത്തെ പോളിംഗിനെ കുറിച്ച് പറയാനുള്ളത്. അതിനിടെ ചില അസ്വാഭാവികമായ ചില സംഭവങ്ങൾ, ചില തർക്കങ്ങൾ ഒക്കെ ഉണ്ടായെങ്കിലും നമ്മൾ നേരത്തെ ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ ഇരട്ട വോട്ട് പരാതിയും ആ തീവ്രതയൊന്നും ഈ കള്ളവോട്ട് സംബന്ധിച്ചോ അതിനെ തുടർന്നുള്ള പരാതികളിലോ ഇന്നുണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്.